Hello learners, welcome to iPlus Training Solutions. NTA UGC Net Paper 2 Philosophyയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഇമ്മീഡിയറ്റ് ആൻറ്റിസിഡൻറ്റ് ഓഫ് ദി ദുഃഖ അക്കോർഡിംഗ് ടു ദ ബുദ്ധിസ്റ്റ് ഈസ്. ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ സംഭവിക്കുന്ന കാര്യമാണ്. കോൺസിക്വൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം സംഭവിക്കുന്ന കാര്യം. സോ ദുഃഖയുടെ ഇമ്മീഡിയറ്റ് ആൻറ്റിസിഡൻറ്റ് തൊട്ട് മുന്നേ എന്താണ്, എന്ത് സ്റ്റെപ്പാണെന്നാണ് ചോദിക്കുന്നത്. ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ഓപ്ഷൻ എ അവിദ്യ, ഓപ്ഷൻ ബി ഭാവ, ഓപ്ഷൻ സി ജാതി, ഓപ്ഷൻ ഡി സദായതന. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ജാതിയാണ്. ഇതിപ്പം അവിദ്യ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് എന്നാണ് അർത്ഥം. ഭാവ മീൻസ് ബിക്കമിങ്, ജാതി മീൻസ് റീബർത്ത് അല്ലെങ്കിൽ ബർത്ത്, ആൻഡ് സദായതന എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഈ 4 ടേംസും വരുന്നത് നമ്മുടെ 12 ലിങ്ക്സ് ഓഫ് പ്രതിത്യ സമുത്പാദ അല്ലെങ്കിൽ 12 ലിങ്ക്സ് ഓഫ് ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റിൽ 12 ലിങ്ക്സ് ആണുള്ളത്. നമ്മളിതിനെ ഭാവചക്ര എന്നും പറയും. വരുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവിദ്യ, സെക്കൻഡ് ആണ് ഫോർമേഷൻസ് അല്ലെങ്കിൽ സംസ്കാര, പിന്നീട് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ വിജ്ഞാന, പിന്നെ നെയിം ആൻഡ് ഫോം നാമരൂപ, 6 സെൻസ് സ്പിയേഴ്സ് സദായതന, കോണ്ടാക്ട് സ്പർശ, ഫീലിംഗ് വേദന, ക്രേവിംഗ് തൃഷ്ണ, ക്ലിങ്ങിങ് ഉപാദന, ബിക്കമിങ് ഭാവ, ബർത്ത്, ജാതി ആൻഡ് ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്, ജരാമരണ. ഈ ഒരു 12ഉം കണക്റ്റഡ് ആണ് പരസ്പരം. ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത സംഭവിക്കും. അങ്ങനെ ഇപ്പം ആദ്യമേ ഇഗ്നറൻസ് ആയിരിക്കും, ഇഗ്നറൻസിൽ നിന്നായിരിക്കും സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കാർമിക് ഇംപ്രഷൻസ് വരിക. അത് കഴിഞ്ഞായിരിക്കും കോൺഷ്യസ്നസ്, അത് കഴിഞ്ഞാണ് നാമരൂപ, അത് കഴിഞ്ഞ് സദായതന. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഇതിലെ നമ്മളുടെ ജാതി എന്ന് പറയുന്ന സ്റ്റെപ്പ് വിച്ച് ഇസ് അബൌട്ട് ബർത്ത് അല്ലെങ്കിൽ റീബർത്ത്, അതിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ദുഃഖ എന്ന് പറയുന്നത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മീൻസ് ഓഫ് വ്യാപ്തിഗ്രഹ. വ്യാപ്തിഗ്രഹയുടെ മീൻസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അന്വയ, ഓപ്ഷൻ ബി വ്യതിരേക, ഓപ്ഷൻ സി സാമാന്യ ലക്ഷണ പ്രത്യക്ഷ, ഓപ്ഷൻ ഡി ഉപമാന. ഈ നമ്മുടെ വ്യാപ്തിഗ്രഹയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളതാണ്. ഒരു 2018 ഒക്കെ ഉള്ള സമയത്തെ സൈക്കിളുകളിൽ എപ്പോഴും വ്യാപ്തിഗ്രഹയുടെ ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അന്വയ, വ്യതിരേക, സാമാന്യ ലക്ഷണ പ്രത്യക്ഷ, ഉപമാനം. അപ്പം ഇതിൽ ഏതാണ് വ്യാപ്തിഗ്രഹ അല്ലാത്തത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വ്യാപ്തിഗ്രഹ? വ്യാപ്തിഗ്രഹ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ വ്യാപ്തി ബിറ്റ്വീൻ 2 തിങ്സ് ഇൻ ഇന്ത്യൻ ലോജിക്. നമ്മുടെ ഇന്ത്യൻ ലോജിക്കിലെ രണ്ട് ടേംസ് ഉണ്ടാവില്ല. ആ 2 ടേംസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ഉറപ്പായിട്ടും ഇത് ഇങ്ങനെയാണെങ്കിൽ മറ്റേത് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയുന്നത്. എന്താണ്? ഇൻവേരിയബിൾ റിലേഷൻ ആണ്. സോ അതിനെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വ്യാപ്തിഗ്രഹ എന്ന് പറയുന്നു. ഈ നമ്മളുടെ ബാക്കി ടേംസ് അന്വയ, വ്യതിരേകി, സാമാന്യ ലക്ഷണ പ്രത്യക്ഷ പോലുള്ള ടേംസ് നോക്കുകയാണെങ്കിൽ അന്വയവും വ്യതിരേകിയും എന്ന് പറഞ്ഞാൽ വ്യാപ്തിഗ്രഹയുടെ മെത്തേഡ്സ് തന്നെയാണ്. ഓക്കെ, ഈ അന്വയ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും വ്യതിരേക എന്ന് പറയുമ്പോഴേക്കും ഒരു നെഗറ്റീവ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. സോ രണ്ടും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഒരു വ്യാപ്തി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Anvaya and Vyatiregi are both methods used to establish Vyapti by examining cases where the middle term is present and absent. Anvaya ആണെങ്കിൽ present ആയിരിക്കും, Vyatiregi ആണെങ്കിൽ absent ആയിരിക്കും, making them crucial components of Vyaptigraha. പിന്നെ പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്താണ്? നമുക്ക് പെർസെപ്ഷനിൽ പഠിച്ച ഒരു പാർട്ടിലായിരുന്നു സാമാന്യ ലക്ഷണ പ്രത്യക്ഷം നമ്മൾ കണ്ടത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പെർസെപ്ഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ യൂണിവേഴ്സൽ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഈസ് ഓൾസോ റെലവെന്റ് ടു എസ്റ്റാബ്ലിഷിംഗ് വ്യാപ്തി. യൂണിവേഴ്സൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാനായിട്ടാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ ഉപയോഗിക്കുന്നത്. അതും നമുക്ക് വ്യാപ്തി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ പറഞ്ഞ 3 അല്ലാണ്ട് വന്ന ഓപ്ഷൻ ഏതാണ്? ഉപമാനയാണ്. ഉപമാന എന്താണ്? ഉപമാന ഒരു സെപ്പറേറ്റ് പ്രമാണയാണ്. കമ്പാരിസൺ എന്നാണ് ഉപമാനം നമ്മൾ ഇംഗ്ലീഷിൽ പറയാറ്. It refers to comparison and is not directly involved in the process of establishing a വ്യാപ്തി. അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉപമാനം നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് ഫിലോസഫേഴ്സിന്റെ പേരും ലിസ്റ്റ് 2 നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഓഫ് അറ്റൈനിങ് മോക്ഷയുമാണ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ ശങ്കര, രാമാനുജ, മധ്വ, വല്ലഭ ഇവരൊക്കെ ആരാണ്? വേദാന്തിൻസ് ആണ്. And here we have Jnana Karma Samuchayavada, Jnana and Jnana alone, Pushti Marga and Nirmala Bhakti. Jnana Karma Samuchayavada എന്ന് വെച്ചാൽ it's a group of philosophers who think that Jnana and karma are both important. നമുക്ക് മോക്ഷം അല്ലെങ്കിൽ ലിബറേഷൻ ഒക്കെ അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജ്ഞാനയും വേണം, കർമ്മയും വേണം, നോളജ് വേണം,
ആക്ഷനും വേണമെന്ന് പറഞ്ഞാണ് ജ്ഞാന കർമ്മ സമുച്ചയവാദ എന്ന് പറയുന്നത്. സോ ഈ ഓപ്ഷൻസിൽ ജ്ഞാന കർമ്മ സമുച്ചയവാദ ആരാണ്? രാമാനുജയാണ് ആൻസർ. ജ്ഞാന അല്ലോൺ, ജ്ഞാനം മാത്രമാണ് മോക്ഷത്തിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്ന ആരാണ്? ശങ്കരയാണ്. സോ ഓപ്ഷൻ എ 2 വരും, ഓപ്ഷൻ ബി 1 വരും. പുഷ്ടിമാർഗ വല്ലഭയുടെയും നിർമ്മല ഭക്തി മധ്വയുടെയും ആണ്. സോ A2 B1 A2 B1 ഓപ്ഷൻ ബി. C4 D3. Vallabhacharya founded Pushti Marg, also known as the path of grace. Pushti Marga is a devotional path that worships Lord Krishna. Lord Krishnaനെയാണ് പുഷ്ടി മാർഗയിൽ വർഷിപ്പ് ചെയ്യുന്നത്. The Bhakti Marga of Madhva refers to the path of devotion within the Dvaita philosophy of Madhvacharya. മധ്വാചാര്യന്റെ ദ്വൈത ഫിലോസഫിയിലാണ് എന്ത് വരുന്നത്? ഈ ഭക്തി മാർഗ വരുന്നത്. Choose the correct implication of the following statements from the quotes given below. One cannot step into the same river. ഒരാൾക്ക് ഒരേ റിവറിൽ 2 തവണ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവ്രിതിങ് ഈസ് ഫിക്സ്ഡ്, എല്ലാം ഫിക്സ്ഡ് ആണ് അല്ലെങ്കിൽ പെർമനന്റ് ആണ്. എവ്രിതിങ് ഈസ് ഇല്യൂസറി, എല്ലാം ഒരു ഇല്യൂഷൻ മാത്രമാണ്. എവ്രിതിങ് ഈസ് ഫ്ലെക്സ്, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവ്രിതിങ് ഈസ് റിയൽ, എല്ലാം റിയൽ ആണ്. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. സോ ഈ വൺ കനോട്ട് സ്റ്റെപ്പ് ട്വൈസ് ഇൻ ടു ദി സെയിം റിവർ എന്ന് പറയുന്ന തോട്ട് നമുക്കറിയാം. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എവിടുന്നാണ് കേട്ടിട്ടുള്ളത്? ഇതാരുടെ കോൺസെപ്റ്റ് ആണ്? ഹെറാക്ലീറ്റസിന്റെ കോൺസെപ്റ്റ് ആണ്. ഹെറാക്ലീറ്റസ് എന്താണ് പറഞ്ഞത്? എവ്രിതിങ് ഈസ് ഇൻ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മോഷനിലാണെന്നാണ് ഹെറാക്ലീറ്റസ് പറഞ്ഞത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, എവ്രിതിങ് ഈസ് ഫ്ലക്സ്, എല്ലാം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വൺ കനോട്ട് സ്റ്റെപ്പ് ട്വൈസ് ഇൻ ടു ദ സെയിം റിവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5ാമത്തെ ചോദ്യം, ദി മെറ്റഫോർ ഓഫ് സെനോ, അക്കീലീസ് ആൻഡ് ടോർട്ടോയിസ് ഈസ് ഇന്റൻഡഡ് ടു അസേർട്ട് ദാറ്റ്. സോ സെനോ എന്ന് പറയുന്ന ഫിലോസഫറിന്റെ ഒരു അക്കീലീസ് ആൻഡ് ടോർട്ടോയിസ് എന്ന് പറയുന്ന ഒരു മെറ്റഫോർ ഉണ്ട്. സോ എന്താണ് ആ മെറ്റഫോർ കൊണ്ട് സെനോ ഉദ്ദേശിക്കുന്നത്? മോഷൻ ഈസ് ഫണ്ടമെന്റൽ, മോഷൻ ഫണ്ടമെന്റൽ ആണ്. പെർമനൻസ് ഈസ് ഫണ്ടമെന്റൽ, മോഷൻ അല്ല പെർമനൻസ് ആണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നു. ബോത്ത് മോഷൻ ആൻഡ് പെർമനൻസ് ആർ ഫണ്ടമെന്റൽ, രണ്ടും ഫണ്ടമെന്റൽ ആണെന്ന് പറയുന്നു. നെയ്തർ മോഷൻ ഓർ പെർമനൻസ് ഈസ് ഫണ്ടമെന്റൽ, രണ്ടും ഫണ്ടമെന്റൽ അല്ല. ഫണ്ടമെന്റൽ മീൻസ് അൾട്ടിമേറ്റ്. സോ മോഷൻ ആണ് മെയിൻ, പെർമനൻസ് ആണ് മെയിൻ, രണ്ടും മെയിൻ ആണ്, രണ്ടും ഇല്ല. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. സോ ഈ സെനോയുടെ അക്കീലീസ് ആൻഡ് ടോർട്ടോയിസ് എന്ന് പറയുന്ന ഒരു മെറ്റഫോർ എന്താന്ന് നമുക്ക് നോക്കാം. In this famous paradox, Zeno presents a race between the swift Achilles and the slow-moving tortoise. Achilles അറിയാലോ, അക്കീലീസ് നമ്മുടെ ഇലിയാഡിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് അക്കീലീസ് ഇസ് വെരി ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് റണ്ണറാണ് അക്കീലീസ് എന്ന് പറയുന്നത്. സോ സ്വിഫ്റ്റ് ആയിട്ടുള്ള അക്കീലീസും വളരെ സ്ലോ ആയിട്ടുള്ള ടൊർട്ടോയ്സും തമ്മിലുള്ള ഒരു റേസ് ആണ് പറയുന്നത്. Zeno argues that Achilles can never catch the tortoise because each time Achilles reached where the tortoise was, the tortoise has moved a little further ahead. ഇതിന് മുന്നേ നമ്മൾ ചേർക്കേണ്ട സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റേസിൽ സിൻസ് അക്കീലീസ് ഈസ് ഫാസ്റ്റ് ആൻഡ് ടോർട്ടോയ്സ് ഈസ് സ്ലോ, ടോർട്ടോയ്സിന് ഓൾറെഡി ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ടോർട്ടോയ്സ് ഓൾറെഡി കുറേ ദൂരം ഓടി എത്തിയതിന് ശേഷമാണ് അക്കീലീസ് ഓടി തുടങ്ങുന്നത്. സോ അവരുടെ തമ്മിൽ ഓൾറെഡി ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് കേസെങ്കിൽ സെനോ പറയുന്നത് അക്കീലീസ് എത്ര ഫാസ്റ്റായിട്ട് ഓടിയാലും ടോർട്ടോയ്സുമായിട്ട് കാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സെനോ പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഹിസ് പാരഡോക്സ് ഓഫ് ടോർട്ടോയ്സ് ആൻഡ് അക്കീലീസ്. Zeno uses this paradox to suggest that the infinite divisibility of time and space means that no matter how many steps Achilles takes, there will always be more distance to cover. എത്രത്തോളം ഫാസ്റ്റ് അക്കീലീസ് പോയാലും ടോർട്ടോയ്സ് എന്തായിരിക്കും? കുറച്ചും കൂടി മുന്നേ തന്നെ ആയിരിക്കും. റീസൺ എന്താണ് സെനോ പറയുന്നതെന്ന് വെച്ചാൽ, അക്കീലീസിനും ടോർട്ടോയ്സിനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നല്ലോ. ആദ്യമേ ആ ടോർട്ടോയ്സ് പോയി തുടങ്ങി, ടോർട്ടോയ്സ് പോയി ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷമാണ് അക്കീലീസ് പോയി തുടങ്ങുന്നത്. സോ അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അതാണ് ആ സ്പേസ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ആ സ്ഥലം അങ്ങനെ തന്നെ എപ്പോഴും പെർമനന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതായത് എത്രത്തോളം പോയി കഴിഞ്ഞാലും ആ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. ആ ഡിസ്റ്റൻസിനെ കവർ ചെയ്യാൻ അക്കീലീസിന് പറ്റില്ല. അതാണ് ഈ ഫുൾ പാരഡോക്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഉത്തരം അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പെർമനൻസ് ഈസ് ഫണ്ടമെന്റൽ എന്ന് വരും. കാരണം ആ ഡിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്, ആ ഡിസ്റ്റൻസിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡിസ്റ്റൻസ് അറ്റ് ദി എൻഡ് വരെ അങ്ങനെ തന്നെ തുടരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ബി, പെർമനൻസ് ഈസ് ഫണ്ടമെന്റൽ ആണ് അതിന്റെ ആൻസർ. The implication of this paradox is that even in a world of change, there is a kind of permanence in the sense that the infinite divisions of space and time never allow for full resolution. So ഇങ്ങനെ അവർ
മോഷനിലാണെങ്കിൽ അക്കിലീസും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ടൊർട്ടോയ്സും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ വേൾഡ് ഓഫ് ചേഞ്ച് ആണെങ്കിൽ കൂടിയും ആ പെർമനൻസ്, അവർ തമ്മിലുള്ള ഡിവിഷൻ, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ആൻഡ് അതെന്ത് ചെയ്യില്ല, ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദി പെർമനന്റ് ആസ്പെക്ട് ഹിയർ ഈസ് ദ ഇൻഫൈനൈറ്റ് നേച്ചർ ഓഫ് ഡിവിഷൻസ് themselves which always persist no matter how much motion occurs. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയലോഗ്സ് പ്ലേറ്റോ റോട്ട് അബൌട്ട് ദ റിംഗ് ഓഫ് ജൈജീസ്? അപ്പം റിംഗ് ഓഫ് ജൈജീസ് എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു മെറ്റഫോറാണ്. സോ അത് പ്ലേറ്റോ ഏത് ഡയലോഗിലാണ് പറയുന്നത്? ഫെയ്ഡോ, റിപ്പബ്ലിക്, ക്രിട്ടോ, അപ്പോളജി. ഓപ്ഷൻ ബി, റിപ്പബ്ലിക്കിലാണ് പ്ലേറ്റോ റിംഗ് ഓഫ് ജൈജീസിനെ പറ്റിയിട്ട് പറയുന്നത്. എന്താണ് റിംഗ് ഓഫ് ജൈജീസ് നമുക്ക് നോക്കാം. The Ring of Gyges is a famous story from Plato's Republic that explores themes of morality, power and human nature. പ്ലേറ്റോയുടെ എത്തിക്സ് മെയിനായിട്ട് എവിടെയാണുള്ളത്? റിപ്പബ്ലിക്കിലാണ് പറയുന്നത്. In this tale, Gyges is a shepherd in the service of the Lydian king, and the ring is a magical artifact that grants its wearer the ability to become invisible at will. This story is used by Plato to discuss whether people are inherently just or if they only act justly because of external pressures or consequences. So നമ്മുടെ ജൈജീസ് എന്ന് പറയുന്ന ഒരു ഷെപ്പേർഡായിരുന്നു. ആൾക്ക് ഒരു ദിവസം ഒരു റിങ് കിട്ടും. അതാണ് റിംഗ് ഓഫ് ജൈജീസ് എന്ന് പറയുന്നത്. ഈ റിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ റിങ് ധരിക്കുന്നവർക്ക് അവരുടെ വില്ലിൽ, അതായത് അവർ വിചാരിക്കുമ്പോൾ ഇൻവിസിബിൾ ആകാനുള്ള പവർ ഉണ്ടാവും. സോ ജൈജീസ് എന്ത് ചെയ്യും? ഒരു സ്വാഭാവികമായിട്ടും ആ ഇൻവിസിബിലിറ്റി എന്ന് പറയുന്ന പവർ കിട്ടുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യും. സോ അവിടെ പ്ലേറ്റോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആരും കാണാനില്ലെങ്കിൽ, നമ്മുടെ ആക്ഷൻസ് ആരും മോണിറ്റർ ചെയ്യാനോ ഗവേൺ ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മൾ നല്ലതായിരിക്കില്ല. സോ ദാറ്റ് മീൻസ് ഇൻഹറന്റ്ലി ഹ്യൂമൻ ബീങ്സ് നല്ലതല്ല എന്നുള്ളൊരു പോയിന്റ് ആണ് അവിടെ പ്ലേറ്റോ കാണിക്കാൻ ശ്രമിച്ചത്. ഹീസ് ലൈക്ക് ആസ്കിങ്, ഇൻഹറന്റ്ലി ആണോ? നമുക്കിപ്പോൾ ഒരു ഇൻവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പവർ കിട്ടിയാൽ പിന്നെ നമ്മൾ മോറൽ ആക്ഷൻസ് മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ എന്ത് ചെയ്താലും വേറെ ആരും നമ്മളെ നോക്കാനോ പറയാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തോന്നിയ പാടെ നടക്കും. സോ ഇൻഹറന്റ് ആയിട്ട് ആൾക്കാർ ജസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പ്ലേറ്റോ ഈ ഒരു അലഗറിയിലൂടെ പറയുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബുക്സ് ഈസ് ഓതർഡ് ബൈ ബെർക്ലി? ഇതിൽ ബെർക്ലിയുടെ വർക്ക് ഏതാണ്? എൻക്വയറി കൺസേണിംഗ് ദ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ നോളജ്, എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്, ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ്. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ ബി, പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബെർക്ലിയുടെ ബുക്ക്. അപ്പം ബാക്കി ആരുടെയാണ്? എൻക്വയറി കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ഹ്യൂമിൻ്റെതും, എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ലോക്കിൻ്റെതും, ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് ഹെഗലിൻ്റെയും വർക്ക്സ് ആണ്. അക്കോർഡിംഗ് ടു കാമണ്ഡകീയ നീതിസാര, the term Trai refers to. So കാമണ്ഡകി അറിയാലോ, കാമണ്ഡകീയ നീതിസാര is കാമണ്ഡകീസ് വർക്ക്. അതിനകത്ത് ത്രായി എന്ന് പറയുന്ന ടേം എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രാസ്. ഓപ്ഷൻ ബി, ഋഗ്, യജുർ, സാമ. ഓപ്ഷൻ സി, സ്മൃതീസ്, ശ്രുതീസ് ആൻഡ് ഉപനിഷത്ത്. ഓപ്ഷൻ ഡി, ആരണ്യകാസ്, സ്മൃതീസ് ആൻഡ് ഉപനിഷത്ത്. സോ ഇതിൽ സോ ത്രായി എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ 3 എണ്ണം ഉണ്ടെന്നുള്ള ഫാക്ടേഴ്സ് ഗീവൻ. അപ്പം ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രാസ് ആണോ? ഋഗ്വേദ, യജുർവേദ, സാമവേദ ആണോ? സ്മൃതീസ്, ശ്രുതീസ് ആൻഡ് ഉപനിഷത്സ് ആണോ? ആരണ്യക, സ്മൃതീസ് ആൻഡ് ഉപനിഷത്സ് ആണോ? ഇതിൽ ഏതാണ് ഈ ത്രായി എന്ന് കാമണ്ഡകി ഉദ്ദേശിക്കുന്നത്? ഋഗ്വേദ, യജുർവേദ, സാമവേദ, ഇവരെ 3 കൂടിയാണ് ത്രായി എന്ന് കാമണ്ഡകീയ നീതിസാര എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ പറയുന്നത്. ഭഗവത്ഗീതനെയും ഉപനിഷത്തിനെയും അതേപോലെ ബ്രഹ്മസൂത്രനെയും നമ്മൾ ചേർന്ന് വിളിക്കുന്നത് പ്രസ്ഥാനത്രയി എന്നാണ്. It is translated as the threefold canon or the 3 pillars. ഈ ഒരു പ്രസ്ഥാനത്രയാണ് നമ്മുടെ ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രസും. അതും കൂടി ഓർത്ത് വെച്ചോളൂ. കാമണ്ഡകീയ നീതിസാര എന്താണെന്നാണ്? It is the most well-known work and serves as a guide to statecraft, leadership and governance. It provides practical advice on how a king or ruler should conduct their administration, make decisions, manage ministers and uphold dharma. The text emphasizes moral conduct and ethical decision making in political life. അതാണ് കാമണ്ഡകീയ നീതിസാര. Dialogue regarding ശ്രേയസ് and പ്രേയസ് was held between. ശ്രേയസും പ്രേയസും അതിനെ പറ്റിയിട്ടുള്ള ഡയലോഗ് ആര് തമ്മിലായിരുന്നു? ഓപ്ഷൻ എ, പ്രജാപതി ആൻഡ് ഇന്ദിര. ഓപ്ഷൻ ബി, വിരോചന ആൻഡ് പ്രജാപതി. ഓപ്ഷൻ സി, യമ ആൻഡ് നാചികേത. ഓപ്ഷൻ ഡി, യജ്ഞവൽക്യ ആൻഡ് മൈത്രേയി. ഓപ്ഷൻ സി, യമ ആൻഡ് നാചികേത തമ്മിലാണ് ശ്രേയസും പ്രേയസും പറ്റിയിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ സംഭവിക്കുന്നത്. The dialogue regarding Shreyas and prayers was held between Nachiketa and Yama in the Katha Upanishad. ഉപനിഷത്ത് 10 ഉണ്ട്. അതിലെ കഥ ഉപനിഷത്തിലാണ് ഇത് വരുന്നത്. Hindu scripture where Nachiketa, a young boy, questions Yama, the god of death, about the nature of life and the concepts of Shreyas and prayers. Okay,
സോ ശ്രേയസ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഗുഡും പ്രേയസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെൻസറി പ്ലഷേഴ്സ് ആണ് പ്രേയസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള കോൺസെപ്റ്റുകളുടെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നാചികേത യമനോട് ചോദിക്കുന്നു. ആൻഡ് യമൻ ആൻസർ ചെയ്യുന്നു. ഇതാണ് ഡയലോഗ്. ബൈ ബിഗെറ്റിംഗ് ഓഫ് സ്പ്രിങ് വൺ ക്യാൻ റീപേ. കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ ഏത് ഋണയാണ് റീപേ ചെയ്യുന്നത്, ഏത് ഡെപ്റ്റാണ് റീപേ ചെയ്യുന്നത്? പിതൃണ ആൻഡ് ഋഷിരണ ദേവരണ. സോ ഇതിൽ പിതൃണയാണ് കുട്ടികളെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ റീപേ ചെയ്യുന്ന ഡെപ്റ്റ് എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. സോ ദേവരണ എങ്ങനെയാണ് നമ്മൾ ആ ഡെപ്റ്റ് പേ ചെയ്യുന്നത്? ഗോഡ്സിനുള്ള ഡെപ്റ്റാണ് ദേവരണ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റീപെയ്ഡ് ബൈ പെർഫോമിങ് സാക്രിഫൈസസ്. നമ്മൾ വേദാസും റിച്വൽസും ഒക്കെ സാക്രിഫൈസസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും, യജ്ഞാസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും. ഋഷിരണ ആണെങ്കിലോ ഇറ്റ് ഈസ് റീപെയ്ഡ് ബൈ സ്റ്റഡിങ് ദ വേദാസ് ആൻഡ് പ്രാക്ടീസിങ് ബ്രഹ്മചര്യ. ബ്രഹ്മചര്യ അനുഷ്ഠിച്ചുകൊണ്ടും വേദാസ് പഠിച്ചുകൊണ്ടുമാണ് നമ്മൾ ഋഷിരണ പേ ചെയ്യുന്നത്. പിതൃണ ആണെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിനോടുള്ള ഋണയാണ്. ആൻഡ് ഇറ്റ് ഈസ് റീപെയ്ഡ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദ ഫാമിലി. മനുഷ്യരണ ആണെങ്കിലോ ഇറ്റ് ഈസ് ഡെപ്റ്റ് ടു അതർ പീപ്പിൾ. മറ്റുള്ളവരെ ആവശ്യം ഉള്ളവരെ സഹായിച്ചാണ് നമ്മളത് റീപേ ചെയ്യുന്നത്. ആൻഡ് റിന ടുവേർഡ്സ് ലോവർ ക്രിയേഷൻ ഭൂത ഋണ എന്നും പറയും. ഇറ്റ് ഈസ് ഡെപ്റ്റ് ടു ആനിമൽസ് ദാറ്റ് ക്യാൻ ബി റീപെയ്ഡ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.